അപ്പൊ ഇന്നത്തെ റെസിപ്പി എൻ്റെ അനീത്തിയുടെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഒരു ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ്. ചോക്ലേറ്റ് ഐസ്ക്രീമാണ്, ബിസ്ക്കറ്റ് വെച്ചുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് മെയിൻ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന എൻ്റെ അനീത്തി ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് ബോർബോണാണ് എടുത്തിരിക്കുന്നത്. 120 ഗ്രാമിന്റെ ആണിത്. അപ്പോൾ നമുക്കിത് മിക്സിന്റെ വലിയ ജാറിൽ പൊടിച്ചെടുക്കാം. നമ്മുടെ ബിസ്ക്കറ്റ് ഒക്കെ ഇവിടെ നന്നായിട്ട് പൊടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് 2 ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനുണ്ട്, പാലും വാനില എസൻസും. അപ്പൊ നമുക്ക് അതിനായിട്ട് വിസ്ക് ചെയ്യാനായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അപ്പൊ നമുക്ക് ഈ ബൗളിലോട്ട് നമ്മുടെ പൊടിച്ചു വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞങ്ങളിവിടെ ബോർബോൺ ബിസ്ക്കറ്റ് എടുത്തേക്കുന്നതിന്റെ മെയിൻ റീസൺ അതില് മേളിൽ ആ ഷുഗർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ ഹൈഡ് ആൻഡ് സീക്ക് പോലത്തെയൊക്കെ ബിസ്ക്കറ്റ് എടുക്കുകയാണെങ്കിൽ ലേശവും കൂടെ നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും ഒരു മധുരത്തിന്. അപ്പൊ ബോർബോൺ ബിസ്ക്കറ്റ് ആണ് മോസ്റ്റ് പ്രിഫറബിൾ. അപ്പൊ ഇതേ നമ്മുടെ ഫുൾ പൊടി അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ലേശമായിട്ട് ഇങ്ങനെ പാലിങ്ങനെ ഒഴിച്ച് ഇതൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതങ്ങനെ വിസ്ക് ചെയ്ത് എന്താ പറയുക, ഇതിന് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആയിട്ട് അതിന് എത്ര പാല് വേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞുതരാമേ. അപ്പൊ അതേ നമ്മുടെ ഇതൊരു എന്താ പറയുക ഒരു കേക്ക് ബാറ്ററിന്റെ ഒരു പരിവമാണ്. അപ്പൊ അതിന് നമ്മൾ ഏതാണ്ട് 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത്, വെള്ളമല്ല പാലൊഴിച്ച് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഗ്ലാസിന്റെ കണക്കനുസരിച്ച് ചിലപ്പോൾ മാറ്റം വന്നേക്കാം. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി കേക്കിന്റെ ഒക്കെ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി ഓർത്ത് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വാനില എസൻസ് ഒഴിക്കാം. അപ്പോൾ ഈ കുപ്പിയുടെ 1 അടപ്പ് വാനില എസൻസ് ആണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഒരു 1/4 ടീസ്പൂണോളം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നല്ലോണം ഒന്ന് വിസ്ക് ചെയ്ത നമ്മുടെ പണി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാനായിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞങ്ങൾ ഇതൊരു കണ്ടെയ്നറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു തുണിയുടെ മേളിലൊന്ന് നല്ല ടാപ്പ് ചെയ്ത് നല്ല ഇതാക്കാം. ഇതിന്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, ഇത്തിരി ഫ്ലോയി കൺസിസ്റ്റൻസി ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് ഒരു 8 മണിക്കൂർ ഓർ എബവ് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. ഞങ്ങളിപ്പോൾ ഇത് ഓവർനൈറ്റ് ആക്കുന്നത്. അപ്പൊ ഇനി ഇത് ഫ്രീസ് ചെയ്തിട്ട് നാളെ രാവിലെ എടുത്ത് സ്കൂപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഐസ്ക്രീം ഇവിടെ ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഓവർനൈറ്റ് കഴിഞ്ഞ് കുറെ നേരമായി കേട്ടോ വെച്ചിട്ട്. അപ്പൊ ഇതിപ്പോ നല്ല ഇതായിട്ടാണ്. അപ്പൊ ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നല്ല ഐസ്ക്രീം ടെക്സ്ചറിൽ വരും. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പുറത്തുള്ള മണിയും കൂടെ ഒന്ന് അടിച്ചേക്കണേ. അപ്പോൾ താങ്ക് യു, ബൈ.